പുതിയൊരു കഥയുമായി ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാൻ മറന്നേക്കരുത്. തുടക്കത്തിൽ തന്നെ ദയവ് ചെയ്ത് അതൊന്ന് ലൈക്ക് ചെയ്തേക്കണേ, ഇല്ലെങ്കിൽ അവസാനമാകുമ്പോഴേക്കും നിങ്ങളത് മറക്കും. അതുകൊണ്ടാണ്. അപ്പോൾ കഥയിലേക്ക് കടക്കാം. ഒരു അബദ്ധം പറ്റിപ്പോയി അർജുൻ. ഇനിയിപ്പോൾ എന്തു ചെയ്യും? നിരഞ്ജൻ ആശങ്കയോടെ ചോദിച്ചു. നിനക്കെങ്കിൽ മുത്തശ്ശിയോട് കാര്യങ്ങളെല്ലാം പറയാമായിരുന്നില്ല നിരഞ്ജ? അർജുൻ ചോദിച്ചു. ഒന്നാമതേ മുത്തശ്ശിയുടെ ഹെൽത്ത് അല്പം മോശമാണ്. ഈ ഒരു സമയത്ത് ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെ നുണയായിരുന്നു എന്നറിഞ്ഞാൽ മുത്തശ്ശി അതെങ്ങനെ ബാധിക്കുമെന്ന് പറയാൻ കഴിയില്ല. നിരഞ്ജൻ തൻ്റെ ആശങ്ക മറച്ചു വെച്ചില്ല. സരസ്വതി, മംഗലത്തെ സരസ്വതി, നിരഞ്ജൻ്റെ മുത്തശ്ശിയാണവർ. കുഞ്ഞിലെ മരിച്ചതാണ് നിരഞ്ജൻ്റെ അച്ഛനും അമ്മയും. പിന്നെ അവനെ വളർത്തി വലുതാക്കിയതെല്ലാം സരസ്വതിയാണ്. മുത്തശ്ശി എന്ന് പറഞ്ഞാൽ അവന് ജീവനാണ്. മുത്തശ്ശിക്ക് തിരിച്ചും. നിരഞ്ജൻ പഠിച്ചതെല്ലാം ബാംഗ്ലൂരായിരുന്നു. അവിടെ വെച്ചാണ് നിരഞ്ജൻ സാന്ദ്രയുമായി പ്രണയത്തിലാവുന്നത്. നിരഞ്ജൻ വളരെ സീരിയസ് ആയിരുന്നു ആ റിലേഷൻഷിപ്പിൽ. സാന്ദ്രയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നവൻ വിശ്വസിച്ചു. പക്ഷെ സാന്ദ്രയ്ക്ക് നിരഞ്ജൻ പലരിലും ഒരുവനായിരുന്നു. ചിരിച്ചുകൊണ്ട് വഞ്ചിക്കാൻ അവൾ മിടുക്കിയായിരുന്നു. ഒരിക്കൽ സാന്ദ്രയുടെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടി പോയ നിരഞ്ജൻ കാണുന്നത് അവളോടൊപ്പം അവളുടെ ബെഡ്റൂമിൽ മറ്റൊരുത്തനെയാണ്. തല്ലാനും കൊല്ലാനും ഒന്നും അവൻ പോയില്ല. നിരഞ്ജൻ അവളെ തൊടാൻ പോലും അറപ്പായിരുന്നു എന്നതാണ് സത്യം. ആ ഇടക്ക് നാട്ടിലെത്തിയപ്പോഴാണ് സരസ്വതി അമ്മക്ക് പ്രായത്തിൻ്റെതായ വയ്യായികൾ ഏറിയത്. നിരഞ്ജൻ ഏതൊരു പെൺകുട്ടിയുമായി അടുപ്പത്തിലാണെന്ന സത്യം സരസ്വതി അമ്മക്ക് അറിയാമായിരുന്നു. തൻ്റെ കാലം കഴിയുന്നതിന് മുമ്പേ രണ്ടാളും വിവാഹം ചെയ്യണമെന്നായിരുന്നു സരസ്വതി അമ്മക്ക്. മുത്തശ്ശിക്ക് ഇല്ലാത്ത അസുഖങ്ങളില്ല. പെട്ടെന്നൊരു ദിവസം സാന്ദ്രയുമായി ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞാൽ അത് മുത്തശ്ശിയെ കൂടുതൽ സങ്കടത്തിലാക്കുമെന്ന് നിരഞ്ജന് തോന്നി. അതിലും വലിയൊരു പ്രശ്നം അമ്മായി ശ്രീലതയുടെ മകൾ ദീപ്തിയെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കാൻ നിൽപ്പായിരുന്നു മുത്തശ്ശി. തനിക്ക് വേറൊരു പ്രണയമുണ്ടെന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ദീപ്തിയുടെ കാര്യം മുത്തശ്ശി എടുത്തിടാത്തത്. അതിപ്പോൾ സാന്ദ്രയുടെ വിവരം അറിഞ്ഞാൽ എന്തായാലും മുത്തശ്ശി ദീപ്തിയുടെ കാര്യം എടുത്തിടുമെന്ന് അവന് തീർച്ചയാണ്. എങ്ങനെ ഈ ബന്ധത്തിൽ നിന്ന് ഒഴിയാമെന്ന് മാത്രമായി നിരഞ്ജൻ്റെ ചിന്ത. ഏറ്റവും ഒടുവിൽ നിരഞ്ജൻ്റെ തലയിൽ ഉദിച്ചൊരാശയമാണ് കോൺട്രാക്ട് വൈഫ്. മുത്തശ്ശിയുടെ കണ്ണിൽ പൊടിയിടാൻ ഒരു വിവാഹം. മുത്തശ്ശിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടാൽ മുത്തശ്ശി അന്നേരം കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താം എന്ന് നിരഞ്ജൻ അങ്ങ് തീരുമാനിച്ചു. നിരഞ്ജൻ്റെ ആ വാക്കുകൾ കേട്ട് അർജുൻ അല്പം ദീർഘമായി ഒന്ന് ശ്വാസം വിട്ടു. കാര്യങ്ങൾ വിചാരിച്ചതിലും സങ്കീർണമാണ്. ഒരു വശത്ത് ജീവനായ മുത്തശ്ശിയുടെ മോശമായ ആരോഗ്യസ്ഥിതി, മറുവശത്ത് സാന്ദ്ര, പോരാത്തതിന് ദീപ്തിയെ കെട്ടിക്കാൻ നോക്കുന്ന അമ്മായി ശ്രീലത. നീ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പെൺകുട്ടിയെ ഈ പെട്ടെന്നുള്ള സാഹചര്യത്തിൽ എവിടുന്ന് ഒപ്പിക്കും നിരഞ്ജ? ആരെങ്കിലും ഇതിന് സമ്മതിക്കുമോ? അർജുൻ ചോദിച്ചു. എനിക്കറിയില്ലടാ, പക്ഷേ മുത്തശ്ശിയുടെ മുന്നിൽ ഇപ്പോൾ എനിക്ക് സാന്ദ്രയുമായി അടുത്ത ആഴ്ച കല്യാണം നടക്കുമെന്ന് നുണ പറയേണ്ടി വന്നു. ഇനി ആ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടിയെ നിർത്തിയേ പറ്റൂ. എനിക്ക് കുറച്ച് സമയം വേണം. മുത്തശ്ശിയുടെ ഹാർട്ട് സർജറി കഴിഞ്ഞ് ആരോഗ്യം വീണ്ടെടുത്ത് വരുന്നത് വരെ മാത്രം. അതിനുശേഷം ഞാൻ എല്ലാം തുറന്നു പറഞ്ഞോളാം. നിരഞ്ജൻ തലക്ക് കൈവച്ചിരുന്നു പോയി. അപ്പോഴാണ് ICUവിൽ നിന്ന് ഡോക്ടർ പുറത്തേക്ക് വരുന്നത് കണ്ട് നിരഞ്ജനും അർജുനും വേഗത്തിൽ അങ്ങോട്ടേക്ക് നടന്നു. ഡോക്ടർ, മുത്തശ്ശിക്ക് എങ്ങനെയുണ്ട്? നിരഞ്ജൻ പരിഭ്രമത്തോടെ ചോദിച്ചു. ഇപ്പോൾ സ്റ്റേബിളാണ് നിരഞ്ജൻ, പക്ഷേ BP ഇനിയും ഫ്ലക്ച്വേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പരമാവധി സമാധാന അന്തരീക്ഷം വേണം. എപ്പോഴും സന്തോഷമായിരിക്കാൻ ശ്രദ്ധിക്കണം. അടുത്ത ആഴ്ച സർജറിക്ക് മുന്നേ പുള്ളിക്കാരി മെൻ്റലി വളരെ സ്ട്രോങ് ആയിരിക്കണം. കേട്ടല്ലോ? ഡോക്ടർ അവരെ ഓർമ്മിപ്പിച്ചു. ശരി ഡോക്ടർ, നിരഞ്ജൻ ഡോക്ടറോട് പറഞ്ഞുകൊണ്ട് ആശ്വാസത്തോടെ തിരിഞ്ഞു നടന്നു. മുത്തശ്ശി എങ്ങനെയെങ്കിലും ആരോഗ്യം വീണ്ടെടുത്ത് പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അവൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അതിനുവേണ്ടി നിരഞ്ജൻ ഏതറ്റം വരെയും പോവും. അത്രയും ജീവനാണ് അവൻ്റെ മുത്തശ്ശിയെ. പിറ്റേന്ന് മുത്തശ്ശിയെ കാണാൻ വാർഡിലേക്ക് നടക്കുമ്പോഴാണ് അപ്പുറത്തെ ജനറൽ വാർഡിൻ്റെ മുന്നിൽ വലിയൊരു ബഹളം നിരഞ്ജനും അർജുനും കേട്ടത്. നിരഞ്ജനും അർജുനും അങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചു. അവിടെ ഒരു മധ്യവയസ്കയും 20 വയസ്സ് തോന്നിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരനും ചേർന്ന് ഒരു പെൺകുട്ടിയെ ക്രൂരമായി ആക്ഷേപിക്കുകയായിരുന്നു. ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് അവരുടെ കൈകളിൽ പിടിക്കാൻ നോക്കുന്നുണ്ട്. അവൾ ധരിച്ചിരിക്കുന്ന സാധാരണ ചുരിദാറും പാറിപ്പറന്ന മുടിയും അവളുടെ നിസ്സഹായാവസ്ഥ വിളിച്ചോതുന്നുണ്ടായിരുന്നു. ഇടി കാലമടത്തി, നിന്റെ അച്ഛൻ കിടപ്പിലായതിന് ഞങ്ങളെന്തിനാ ഞങ്ങളുടെ കയ്യിലെ കാശെടുത്ത് കളയുന്നത്? അത് ഞാൻ ജീവിച്ചിരുന്നപ്പോഴും ഞങ്ങൾക്കൊരു ഗുണവും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ഈ വലിയ സർജറി നടത്താൻ ലക്ഷങ്ങൾ എവിടെ നിന്നുണ്ടാക്കും? ആ സ്ത്രീ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അമ്മേ പ്ലീസ്, അച്ഛൻ്റെ നില വളരെ മോശമാണ്. ഈ സർജറി നടത്തിയില്ലെങ്കിൽ അച്ഛൻ... അവൾക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അവളുടെ തൊണ്ടയിടറി.
അതിന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് മാളവികെ? നിന്റെ അച്ഛൻ്റെ പേരുള്ള ആ 2 സെൻറ്റ് മണ്ണും വീടും എൻ്റെ അമ്മയുടെ പേരിൽ എഴുതി തരാൻ പറ. എന്നാ ആലോചിക്കാം. അല്ലാതെ വെറുതെ കളയാൻ ഞങ്ങളുടെ കയ്യിൽ കാശില്ല. കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ പുച്ഛത്തോടെ പറഞ്ഞു. അവൾ അന്നേരവും അവനെ നോക്കി കെഞ്ചുന്നുണ്ടായിരുന്നു. അവൾ മാളവിക, അവിടെ അഡ്മിറ്റായിരിക്കുന്ന രാഘവൻ്റെ ആദ്യ ഭാര്യയിലെ മകൾ. രാഘവൻ്റെ 2ാം ഭാര്യയും ഭവാനിയും അവരുടെ മകൻ വിനയനുമാണ് മാളവികയെ അവിടെ ഇട്ട് ശ്വാസം മുട്ടിക്കുന്നത്. രാഘവന് അസുഖം വന്ന നാൾ മുതൽ മാളവിക മാത്രമാണ് കൂടെയുള്ളത്. സർജറിക്ക് ലക്ഷങ്ങൾ വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോഴാണ് ഭവാനിയെയും മകനെയും അവൾ വിളിച്ചു വരുത്തിയത്. പക്ഷെ അവരുടെ ലക്ഷ്യം രാഘവൻ്റെ ബാക്കി കിടക്കുന്ന ചെറിയ സമ്പാദ്യം കൂടി തട്ടിയെടുക്കുക എന്നതായിരുന്നു. അവരുടെ സംസാരത്തിൽ നിന്നും കാര്യം മനസ്സിലാക്കിയ നിരഞ്ജൻ്റെ ഉള്ളിൽ ഒരു സ്പാർക്ക് മിന്നി. അവൻ അർജുനെ ഒന്ന് നോക്കി. അർജുൻ വേണ്ടടാ എന്ന് കണ്ണുകൊണ്ട് വിലക്കിയെങ്കിലും നിരഞ്ജൻ മുന്നോട്ട് തന്നെ നടന്നു. അല്ല, മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് തന്നെ. എന്താണ് ഇവിടെ ഒരു പ്രശ്നം? നിരഞ്ജൻ്റെ ഗാംഭീര്യമുള്ള ശബ്ദം കേട്ട് ഭവാനിയും വിനയനും സംസാരം നിർത്തി തിരിഞ്ഞു നോക്കി. നല്ല വേഷം ധരിച്ച വലിയ തറവാടി ലക്ഷണമുള്ള നിരഞ്ജനെ കണ്ടപ്പോൾ അവർ അല്പം ഒന്നൊതുങ്ങി. അത് സാറേ, ഈ കിടക്കുന്ന ആളുടെ മകളാണ്. ഇല്ലാത്ത കാശുണ്ടാക്കി സർജറി നടത്തണമെന്ന് പറഞ്ഞ് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്, ഭവാനി പരാതി ഭാവത്തിൽ പറഞ്ഞു. മാളവിക കണ്ണീരോടെ നിരഞ്ജനെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകളിൽ പൂർണ്ണമായ നിസ്സഹായാവസ്ഥയായിരുന്നു. നിങ്ങൾക്ക് കാശല്ലേ പ്രശ്നം? ഈ സർജറിയുടെ ഫുൾ എക്സ്പെൻസ് ഞാൻ എടുത്തോളാം. ലക്ഷങ്ങൾ എത്രയായാലും ഞാൻ അടക്കാം, നിരഞ്ജൻ ശാന്തമായി പറഞ്ഞു. അത് കേട്ടതും മാളവികയുടെ കണ്ണുകളിൽ അത്ഭുതവും ഒപ്പം സംശയവും നിറഞ്ഞു. ഭവാനിയുടെയും വിനയൻ്റെയും മുഖത്ത് പെട്ടെന്നൊരു അത്യാഗ്രഹം മിന്നിമറഞ്ഞു. അയ്യോ സാറേ, ശരിക്കും സാറാരാ സത്യത്തിൽ? വിനയൻ അതിശയഭാവത്തിൽ ചോദിച്ചു. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയേണ്ട കാര്യമില്ല, പക്ഷെ ഒരു നിബന്ധനയുണ്ട്, നിരഞ്ജൻ ഭവാനിയെയും വിനയനെയും അല്പം മാറി നിർത്തിക്കൊണ്ട് പറഞ്ഞു. മാളവിക ദൂരെ മാറി നിന്ന് അവരെ തന്നെ നോക്കി. എന്താ സാറേ കാര്യം? എന്താണെങ്കിലും ഞങ്ങൾ സമ്മതിക്കാം, കാശ് കിട്ടിയാൽ മതിയല്ലോ, ഭവാനി വിനയനെ തോണ്ടി ചോദിച്ചു. എനിക്കൊരു മാസത്തേക്ക് എൻ്റെ ഭാര്യയായി അഭിനയിക്കാൻ ഒരു പെൺകുട്ടിയെ വേണം. എൻ്റെ മുത്തശ്ശിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ്. വേറെ ഒരു ഉദ്ദേശവും എനിക്കില്ല. 1 മാസത്തെ കരാർ. അത് കഴിഞ്ഞാൽ അവൾക്ക് അവളുടെ വഴിക്ക് പോവാം. അതിന് പകരമായി ഈ സർജറിയുടെ കാശും കൂടാതെ നിങ്ങൾക്കൊരു 5 ലക്ഷം രൂപയും ഞാൻ തരാം. ഈ പെൺകുട്ടിയെ അതിന് സമ്മതിപ്പിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. നിരഞ്ജൻ തൻ്റെ പ്ലാൻ വ്യക്തമാക്കി. ഭവാനിയുടെയും വിനയൻ്റെയും കണ്ണുകൾ വിടർന്നു. 5 ലക്ഷം രൂപ? ഒന്നും ചെയ്യാതെ കിട്ടുന്ന വലിയൊരു തുക. അതിനെന്താ സാറേ, ഞങ്ങൾ സമ്മതിപ്പിക്കാം, അവൾ ചെയ്തോളും, ഭവാനി ആവേശത്തോടെ പറഞ്ഞു. അവൾ വേഗത്തിൽ മാളവികയുടെ അടുത്തേക്ക് നടന്നു. നിരഞ്ജൻ ദൂരെ മാറി നിന്ന് അവരെ നിരീക്ഷിച്ചു. മാളവിക, ഇങ്ങോട്ട് വന്നേ, ഭവാനി അവളോട് പറഞ്ഞു. എന്താ അമ്മേ? ആ സാറ് നിൻ്റെ അച്ഛൻ്റെ സർജറിയുടെ കാശ് മുഴുവൻ അടക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. പക്ഷെ പകരം നീ ഒരു കാര്യം ചെയ്യണം. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഭാര്യയെ പോലെ 1 മാസം കഴിയണം. അഭിനയിച്ചാൽ മതിയെന്ന മൂപ്പര് പറഞ്ഞത്. എന്തായാലും ലക്ഷങ്ങൾ കിട്ടുന്ന കാര്യമാണ്, നീ ഇതിന് സമ്മതിക്കണം, ഭവാനി പറഞ്ഞു. അത് കേട്ടതും മാളവികയുടെ കാതുകളിൽ ഇടിവെട്ടിയതുപോലെ തോന്നി. അവൾ ഞെട്ടലോടെ നിരഞ്ജനെ നോക്കി. ഇത്രയും മാന്യനായി തോന്നിപ്പിച്ച മനുഷ്യൻ തന്നെ വിലക്ക് വാങ്ങാൻ നോക്കുകയാണോ? അവൾ ചിന്തിച്ചു പോയി. ഇല്ല, ഞാൻ ഇതിന് തയ്യാറല്ല. എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ ഞാൻ എൻ്റെ മാനം വിൽക്കില്ല. എനിക്ക് അങ്ങനെയുള്ള പണം വേണ്ട, മാളവിക ദേഷ്യത്തോടെയും സങ്കടത്തോടെയും പറഞ്ഞു. അത് കേട്ടതും വിനയൻ അവളുടെ കയ്യിൽ ദേഷ്യത്തോടെ പിടിച്ചമർത്തി. ഇടി, ഇവിടെ വലിയ അന്തസ് കളിക്കാൻ സമയമില്ല. നീ കരാറിന് സമ്മതിച്ചില്ലെങ്കിൽ നിന്റെ അച്ഛനങ്ങ് ചത്തുപോവും. അതിനുശേഷം അച്ഛൻ്റെ മരണത്തിന് പൂർണ്ണ ഉത്തരവാദിത്തം നീ ഒരൊറ്റൊരുത്തി ഏറ്റെടുക്കേണ്ടി വരും. ഞങ്ങളാരും സഹായിക്കത്തില്ല. നീ കാരണം നിന്റെ അച്ഛൻ മരിച്ചു എന്ന് കേൾക്കണോ അതോ ഇതിന് സമ്മതിക്കണോ? വിനയൻ അവളുടെ കാതിൽ വിഷം ചീറ്റുന്നത് പോലെ പറഞ്ഞു. വിനയൻ, പ്ലീസ് എന്നോടിത് ചെയ്യരുത്. മാളവിക തകർന്നു പോയി. തീരുമാനം നിൻ്റേതാണ്. അച്ഛൻ്റെ ജീവൻ വേണോ അതോ നിൻ്റെ ഈ ദുരഭിമാനം വേണോ? ഭവാനിയും ഭീഷണിപ്പെടുത്തി. മാളവിക ആകെ തളർന്നുപോയി. ICUവിൻ്റെ ഗ്ലാസ് ജനലിലൂടെ അകത്ത് ഓക്സിജൻ മാസ്കിൻ്റെ സഹായത്തോടെ ജീവന് വേണ്ടി പോരാടുന്ന തൻ്റെ അച്ഛനെ അവൾ നോക്കി. തന്നെ ഈ ലോകത്ത് ആകെ അറിഞ്ഞ് സ്നേഹിച്ച ഒരേ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ മരണത്തിന് വിട്ടുകൊടുക്കാൻ അവൾക്ക് കഴിയില്ലായിരുന്നു. 1 മാസത്തെ കരാർ വെറും ഒരു അഭിനയം. അതിലൂടെ അച്ഛൻ്റെ ജീവൻ തിരിച്ചു കിട്ടുമെങ്കിൽ. അവൾ പതുക്കെ കണ്ണുകൾ അടച്ചു. അവളുടെ ഹൃദയം വിങ്ങുകയായിരുന്നു. അവൾ നിരഞ്ജൻ്റെ നേരെ നടന്നു. അവളുടെ കണ്ണുകളിൽ ദേഷ്യവും നിസ്സഹായാവസ്ഥയും കലർന്നിരുന്നു. ഞാൻ സമ്മതിക്കാം, പക്ഷെ എൻ്റെ അച്ഛൻ്റെ സർജറി നാളെ തന്നെ നടക്കണം. അദ്ദേഹത്തിന് ഒരു കുറവും വരാൻ പാടില്ല, മാളവിക വലിഞ്ഞു മുറുകിയ ശബ്ദത്തിൽ പറഞ്ഞു. നിരഞ്ജൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവിടെ ഒരു തരം ശൂന്യത അവൻ കണ്ടു. താൻ ചെയ്യുന്നത് തെറ്റാണോ എന്ന് ഒരു നിമിഷം അവൻ്റെ മനസ്സ് ചോദിച്ചെങ്കിലും
മുത്തശ്ശിയുടെ മുഖം ഓർമ്മ വന്നപ്പോൾ അവൻ ആ ചിന്ത മാറ്റി. നാളെ രാവിലെ തന്നെ സർജറി നടക്കും. കാശ് ഞാൻ ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ അടക്കും. ഇതാണ് അർജുൻ. ബാക്കി കാര്യങ്ങൾ ഇവൻ നോക്കിക്കോളും. നാളെ വൈകുന്നേരം സർജറി കഴിഞ്ഞതിന് ശേഷം നീ എന്നോടൊപ്പം വരണം, നിരഞ്ജൻ പറഞ്ഞു. മാളവിക ഒന്നും മിണ്ടാതെ തലയാട്ടി. ഭവാനിയും വിനയനും നിരഞ്ജന്റെ കയ്യിൽ നിന്നും അഡ്വാൻസ് തുക വാങ്ങി സന്തോഷത്തോടെ അവിടെ നിന്ന് മുങ്ങി. അടുത്ത ദിവസം രാഘവന്റെ സർജറി വിജയകരമായി പൂർത്തിയായി. അദ്ദേഹം ബോധാവസ്ഥയിലേക്ക് മടങ്ങി വരുന്നതുവരെ മാളവിക കൂടെയുണ്ടായിരുന്നു. അപ്പോഴേക്കും അർജുൻ വന്ന് അവളെ കൂട്ടി നിരഞ്ജന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിന്റെ ഒരു VIP റൂമിലാണ് സരസ്വതി അമ്മയെ മാറ്റിയിരിക്കുന്നത്. അവിടെ വെച്ചാണ് മാളവികയെ നിരഞ്ജൻ വീണ്ടും കാണുന്നത്. അവൻ അവൾക്കായി ഒരു നല്ല സാരി വാങ്ങി നൽകിയിട്ടുണ്ടായിരുന്നു. ഇതെടുത്ത് റെഡിയാവുക. മുത്തശ്ശിയുടെ മുന്നിൽ നീ എൻ്റെ ഭാര്യയാണ്. ബാക്കി കാര്യങ്ങൾ ഞാൻ സംസാരിച്ചോളാം. നീ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട, നിരഞ്ജൻ കർശനമായി പറഞ്ഞു. മാളവിക ആ സാരി വാങ്ങി വാഷ്റൂമിലേക്ക് നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ പുറത്തേക്ക് വന്നു. സാരിയിൽ അവൾ അതീവ സുന്ദരിയായിരുന്നു. ഭയവും സങ്കടവും കൊണ്ട് വിറക്കുന്ന ആ മുഖം കണ്ടപ്പോൾ നിരഞ്ജന്റെ ഉള്ളിൽ എവിടെയോ ഒരു അനുകമ്പ തോന്നി. വാ, നിരഞ്ജൻ മുന്നോട്ട് നടന്നു. മാളവിക അവൻ്റെ പുറകെയും. മുത്തശ്ശിയുടെ റൂമിൻ്റെ വാതിൽ തുറന്ന് അവർ അകത്തേക്ക് കയറി. സരസ്വതി അമ്മ ബെഡിൽ ചാടിയിരിക്കുകയായിരുന്നു. നിരഞ്ജനെ കണ്ടതും അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. ഡാ നിരഞ്ജ, വന്നു നീ? ഇതാണോ നീ പറഞ്ഞ ആ കുട്ടി? മുത്തശ്ശി ആവേശത്തോടെ ചോദിച്ചു. മാളവിക ഭയത്തോടെ നിരഞ്ജനെ നോക്കി. നിരഞ്ജൻ അവളുടെ കൈ ചേർത്ത് പിടിച്ചു. ആ സ്പർശനം മാളവികയിൽ ഒരു ഞെട്ടലുണ്ടാക്കി. അതേ മുത്തശ്ശി, ഇതാണ് എൻ്റെ പെണ്ണ്, നിരഞ്ജൻ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. നിരഞ്ജൻ ബാംഗ്ലൂരിൽ വെച്ച് തന്നെ അവളെ രജിസ്റ്റർ വിവാഹം ചെയ്തത് ആണെന്ന് സരസ്വതി അമ്മയെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. സരസ്വതി അമ്മ മാളവികയെ അരികിലേക്ക് വിളിപ്പിച്ചു. മാളവിക പതുക്കെ ബെഡിനടുത്തേക്ക് നടന്നു. മുത്തശ്ശി അവളുടെ 2 കൈകളും പിടിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എൻ്റെ മോൾക്ക് വിഷമായോ? തറവാട്ടിൽ വെച്ച് വലിയ ആഘോഷമായി കല്യാണം നടത്താൻ പറ്റാത്തതിൽ ഈ മുത്തശ്ശിക്ക് വയ്യാത്തത് കൊണ്ടല്ലേ? മോൾ നിരഞ്ജനെ വിഷമിപ്പിക്കാതെ നോക്കണം കേട്ടോ. അവന് ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും ഇല്ലാത്തതാ. ഞാൻ മാത്രം അവനുള്ളത്. മുത്തശ്ശിയുടെ കണ്ണിൽ നിറഞ്ഞിരുന്നു. മുത്തശ്ശിയുടെ സ്നേഹപ്രകടനം മാളവികയുടെ ഹൃദയത്തെ സ്പർശിച്ചു. അവൾ പതുക്കെ മുത്തശ്ശിയുടെ കൈകളിൽ അമർത്തിപ്പിടിച്ചു. ഇല്ല മുത്തശ്ശി, എനിക്കൊരു വിഷമവും ഇല്ല. മുത്തശ്ശിക്ക് വേഗം സുഖായ മാത്രം മതി, മാളവിക ഉള്ളിൽ നിന്നും വന്ന സ്നേഹത്തോടെ തന്നെ പറഞ്ഞു. നിരഞ്ജൻ അത്ഭുതത്തോടെ അവളെ ഒന്ന് നോക്കി. അവൾ നന്നായി അഭിനയിക്കുന്നുണ്ടെന്ന് അവന് തോന്നി. പഠിച്ച കള്ളി തന്നെ അവൻ മനസ്സിൽ കരുതുകയും ചെയ്തു. പിറ്റേന്ന് സർജറിക്കുള്ള തീയതി ഡോക്ടറെ കണ്ടു കുറിച്ചാണ് നിരഞ്ജൻ മുത്തശ്ശിയെയും കൊണ്ട് വീട്ടിലേക്ക് മടങ്ങിയത്. അപ്പോഴേക്കും മാളവികയുടെ അച്ഛന് ബോധം തെളിഞ്ഞിരുന്നു. താൻ കാരണം സ്വന്തം മോൾക്കുണ്ടായ ദുരവസ്ഥ ഓർക്കെ ആ പിതാവ് നിസ്സഹായനായി ചങ്കുപൊട്ടിക്കരഞ്ഞു. ഈ കരാർ അവസാനിച്ചിട്ട് ഞാൻ തിരികെ വരാം അച്ഛ എന്നവൾ രാഘവനെ സമാധാനിപ്പിച്ചു. മംഗലം തറവാടിൻ്റെ ഉമ്മറത്തേക്ക് മാളവിക വലതുകാൽ വെച്ച് കയറിയപ്പോൾ തറവാട് അപ്പാടെ നിശബ്ദമായിരുന്നു. വലിയ തൂണുകളും കൊത്തുപണികളുമുള്ള ആ വീട് കണ്ടപ്പോൾ അവൾക്ക് ഭയം തോന്നി. നിരഞ്ജൻ അവളുടെ തൊട്ടു പിന്നാലെയുണ്ടായിരുന്നു. മുത്തശ്ശിയെ നേരെ താഴത്തെ വലിയ കിടപ്പുമുറിയിലേക്ക് അർജുൻ്റെ സഹായത്തോടെ അവർ കിടത്തി. യാത്രയുടെ ക്ഷീണത്തിൽ മുത്തശ്ശി കണ്ണടച്ചതേയുള്ളൂ. അപ്പോഴേക്കും ഹാളിൽ നിന്ന് വലിയൊരു ശബ്ദം കേട്ടു. നിരഞ്ജൻ്റെ അമ്മായി മാലതിയും മകൾ ദീപ്തിയുമാണ്. ഹോസ്പിറ്റലിൽ വെച്ച് നിരഞ്ജൻ ഒരു പെൺകുട്ടിയെ കെട്ടിക്കൊണ്ടുവന്നു എന്നറിഞ്ഞതു മുതൽ മാലതിയുടെ ഉള്ളിൽ തീയായിരുന്നു. സ്വന്തം മകൾ ദീപ്തിയെ മംഗലം തറവാട്ടിലെ മരുമകളാക്കാൻ വർഷങ്ങളായി കണ്ട സ്വപ്നമാണ് ഈ ഒരൊറ്റ ദിവസം കൊണ്ട് തകർന്നടിഞ്ഞത്. എന്താടാ നിരഞ്ജൻ ഇതൊക്കെ? ഞങ്ങളാരും അറിയാതെ, ഒരു വാക്ക് പറയാതെ ഏതൊരുത്തിയും കൂട്ടി നീ ഈ പടി കയറി വരാൻ ഇതെന്താ വല്ല സത്രവുമാണോ? മാലതി ഉച്ചത്തിൽ നിരഞ്ജനോട് ചോദിച്ചു. ഹാളിൽ നിൽക്കുകയായിരുന്ന മാളവിക ഭയത്തോടെ പിന്നോട്ട് മാറി. ദീപ്തി അവളെ വന്യമായ പുച്ഛത്തോടെ നോക്കുകയായിരുന്നു. അമ്മായി, ശബ്ദം കുറച്ച് സംസാരിക്കണം. മുത്തശ്ശി അകത്ത് കിടക്കുകയാണ്. മുത്തശ്ശിക്ക് വിശ്രമം വേണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിരഞ്ജൻ ശാന്തമെങ്കിലും കടുത്ത സ്വരത്തിൽ പറഞ്ഞു. ഓ, അപ്പം മുത്തശ്ശിയുടെ കാര്യമോർത്ത് നിനക്ക് വലിയ ഉത്കണ്ഠയുണ്ടല്ലേ? അങ്ങനെയുള്ളവൻ എവിടുന്ന് ഒപ്പിച്ചു ഇങ്ങനൊരു പെണ്ണിനെ? ഇവളെ കണ്ടിട്ട് ഒരു മാന്യായ കുടുംബത്തിലെ ലക്ഷണമൊന്നുമില്ലല്ലോ. ഏത് വഴിയെ പോയവളാണാവോ? ഇങ്ങനെയൊരു സാധനത്തെയാണോ നീ മംഗലത്തെ മരുമകളാക്കി കൊണ്ടുവന്നത്? മാളവികയുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു തുളുമ്പി. അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അവൾ ഈ നരകത്തിലേക്ക് നടന്നു കയറിയത്. പക്ഷെ കേൾക്കുന്ന വാക്കുകൾ അവളുടെ ആത്മാഭിമാനത്തെ തച്ചുടക്കുകയാണ്. അവൾ തല താഴ്ത്തി വിങ്ങിപ്പൊട്ടി അങ്ങനെ നിന്നു. ദീപ്തി! നിരഞ്ജന്റെ ശബ്ദം പെട്ടെന്ന് ഒരു സിംഹഗർജനം പോലെ ആ വലിയ തറവാട്ടിൽ മുഴങ്ങി. അവൻ്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. മാലതിയും ദീപ്തിയും ഭയത്തോടെ ഒന്ന് പിന്നോട്ട് മാറി. നിരഞ്ജൻ ഇത്രയും ദേഷ്യപ്പെട്ട് അവർ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു.
വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ഇതെൻ്റെ ഭാര്യയാണ്. ഇവളെ ചോദ്യം ചെയ്യാനോ അപമാനിക്കാനോ ഈ തറവാട്ടിൽ ആർക്കും അവകാശമില്ല. എൻ്റെയും മുത്തശ്ശിയുടെയും സമ്മതത്തോടെയാണ് അവൾ ഈ വീട്ടിൽ കയറിയത്. ഇനി മേലാൽ ഇവളെക്കുറിച്ച് മോശമായ ഒരു അക്ഷരം സംസാരിച്ചാൽ അത് അമ്മായി ആയാലും ദീപ്തി ആയാലും ഞാൻ വെറുതെ വിടില്ല. എൻ്റെ മറുപടി വേറെ രീതിക്കായിരിക്കും. ഇറങ്ങിപ്പോകാൻ പറയും ഞാൻ ഈ വീട്ടിൽ നിന്ന്. നിരഞ്ജൻ വിരൽ ചൂണ്ടി താക്കീത് നൽകി. നിരഞ്ജ, നീ ഞങ്ങളെ... മാലതി എന്തോ പറയാനാഞ്ഞു. മതി, ഇനിയൊന്നും കേൾക്കണ്ട. മാളവികേ, വാ. നിരഞ്ജൻ മാളവികയുടെ കൈത്തണ്ടയിൽ പതുക്കെ പിടിച്ച് മുകളിലെത്തി തൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. റൂമിലെത്തി വാതിലടച്ചതും മാളവിക ഒരു കോണിലേക്ക് മാറിയിരുന്ന് പൊട്ടിക്കരഞ്ഞു. അവളുടെ ഉള്ളിലെ സങ്കടങ്ങൾ മുഴുവൻ കണ്ണീരായി ഒലിച്ചിറങ്ങി. നിരഞ്ജൻ വാതിൽ ചാടി നിന്ന് അവളെ തന്നെ നോക്കി. ബാംഗ്ലൂരിൽ വെച്ച് സാന്ദ്ര കാണിച്ച ചതിക്ക് ശേഷം പെണ്ണുങ്ങളോട് മൊത്തത്തിൽ തോന്നിയൊരു തരം വെറുപ്പ്, ദേഷ്യവുമായിരുന്നു അവന്. മാളവികയെ പണം വാങ്ങി അഭിനയിക്കാൻ വന്നൊരു കള്ളി മാത്രമായാണ് അവൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ അവളുടെ സങ്കടം കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു നേരിയ കുറ്റബോധം തോന്നി തുടങ്ങിയിരിക്കുന്നു. അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് നടന്നു. മാളവികെ, അവൻ പതിയെ വിളിച്ചു. അവൾ കണ്ണുകൾ തുടച്ച് ഭയത്തോടെ എഴുന്നേറ്റ് നിന്നു. ഇങ്ങോട്ട് നോക്ക്. നിരഞ്ജൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ എന്തിനാണ് ഇങ്ങനെ പേടിച്ച് തൂങ്ങി നിൽക്കുന്നത്? അവൾ പറയുന്നത് കേട്ട് കരയാൻ നിന്നാ ഈ വീട്ടിൽ നിന്ന് എല്ലാവരും ചവിട്ടി മെതിക്കും. ഇങ്ങനൊരു പാവമായി ഇരുന്നുകൂടാ. എല്ലാവരും തലയിൽ കയറി നിരങ്ങും. അതുകൊണ്ട് നീ കുറച്ച് ബോൾഡായിട്ട് നിൽക്കണം. മാളവിക ഒന്നും മിണ്ടാതെ നിലത്തേക്ക് നോക്കി നിന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നിരഞ്ജൻ വീണ്ടും ചോദിച്ചു. ഇവിടെ നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും ആരെന്ത് പറഞ്ഞാലും നീ എന്നോട് വന്ന് പറയണം. ഞാൻ നോക്കിക്കോളാം ബാക്കി. മാളവിക പതുക്കെ തല ഉയർത്തി അവനെ നോക്കി. അവളുടെ കണ്ണുകളിൽ ദേഷ്യവും ഒപ്പം വല്ലാത്തൊരു നിസ്സഹായാവസ്ഥയും ഉണ്ടായിരുന്നു. എനിക്ക് ആരോടും ഒന്നും പറയേണ്ട ആവശ്യമില്ലേ സാർ? അവളുടെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്നെ താക്കീത് ചെയ്യേണ്ട കാര്യവുമില്ല. ഞാൻ ഇവിടെ വന്നത് ആരോടും പോരടിക്കാനല്ല. എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് മാത്രമാണ്. പണം വാങ്ങി ഒരു മാസം നിങ്ങളുടെ ഭാര്യയായി അഭിനയിക്കാമെന്ന് ഞാൻ സമ്മതിച്ചത് എൻ്റെ തെറ്റാണ്. അതിനുള്ള ശിക്ഷയാണ് ഞാൻ ഈ അനുഭവിക്കുന്നത്. എനിക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു മാസം അവസാനിച്ചാൽ മതി. ഈ നരകത്തിൽ നിന്ന് എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് തിരികെ പോയാൽ മതി. ആരും എന്നെ കാണുകയും വേണ്ട, എനിക്കും ആരെയും കാണുകയും വേണ്ട അതിനുശേഷം. അവളുടെ വാക്കുകൾ നിരഞ്ജൻ്റെ ഹൃദയത്തിൽ ചെന്ന് തറച്ചു. പണത്തിനു വേണ്ടി എന്തടിയറവ് വെക്കാനും മടിയില്ലാത്ത ഒരു കള്ളിയല്ല ഇവളെന്ന് അവൻ്റെ മനസ്സ് അവനോട് പറയാൻ തുടങ്ങി. സാഹചര്യങ്ങൾ കൊണ്ടും സ്വന്തം അച്ഛനോടുള്ള സ്നേഹം കൊണ്ടും മാത്രം ഈ കെണിയിൽ വന്ന് പെട്ടുപോയ ഒരു പാവം പെൺകുട്ടിയാണ് അവൾ. അവളോട് തുടക്കത്തിൽ കാണിച്ച ദേഷ്യവും വെറുപ്പും ഓർത്ത് നിരഞ്ജനുള്ളിൽ വലിയൊരു കുറ്റബോധം തോന്നി. മാളവികയെ ഞാൻ ഉദ്ദേശിച്ചത്... നിരഞ്ജൻ വാക്കുകൾക്കായി തപ്പി. സാറൊന്നും പറയണ്ട. എനിക്ക് എൻ്റെ അതിരുകൾ നന്നായിട്ടറിയാം. മുത്തശ്ശിയുടെ മുന്നിൽ ഞാൻ നന്നായി അഭിനയിച്ചോളാം. അതിനാണ് നിങ്ങൾ എനിക്ക് പണം തന്നത്. ബാക്കി സമയത്ത് ദയവായി എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്കൂ. അത്രയും പറഞ്ഞ് അവൾ റൂമിൻ്റെ ഒരു കോണിൽ തറയിൽ വിരിച്ചിരുന്ന പായയിലേക്ക് പോയിരുന്നു. നിരഞ്ജൻ ഒന്നും മിണ്ടാനാവാതെ ജനലിനരികിലേക്ക് നടന്നു. പുറത്തിരുട്ട് പടരുന്നുണ്ടായിരുന്നു. താൻ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ. മാളവിക, അവൾ പരിശുദ്ധമായ മനസ്സുള്ള ഒരു പാവമാണ്. അവളുടെ ഈ അവസ്ഥക്ക് കാരണം ഒരർത്ഥത്തിൽ താൻ കൂടിയാണ്. മുത്തശ്ശിയെ രക്ഷിക്കാനുള്ള തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരു പെൺകുട്ടിയുടെ ആത്മാഭിമാനമാണ് താൻ വിലക്ക് വാങ്ങിയത്. അടുത്ത കുറച്ച് ദിവസങ്ങൾ തറവാട്ട് വലിയ നാടകീയത നിറഞ്ഞതായിരുന്നു. മുത്തശ്ശിയുടെ ആരോഗ്യകാര്യങ്ങൾ നോക്കാൻ മാളവിക എപ്പോഴും മുന്നിലുണ്ടായിരുന്നു. മുത്തശ്ശിക്ക് മരുന്ന് കൃത്യസമയത്ത് കൊടുക്കാനും അവർക്ക് ഇഷ്ടമുള്ള കഞ്ഞി വെച്ച് നൽകാനും അവരെ കുളിപ്പിക്കാനുമെല്ലാം മാളവിക സ്വന്തം അമ്മയെ പോലെ അടുത്ത് നിന്നു. സരസ്വതി അമ്മക്ക് മാളവികയെ ജീവനായിരുന്നു. മോളെ എന്ന് വിളിച്ചല്ലാതെ അവർക്കൊരു നിമിഷം പോലും ഇരിക്കാൻ കഴിയില്ലായിരുന്നു. മാളവിക മുത്തശ്ശിയോട് സംസാരിക്കുമ്പോൾ മാത്രമാണ് അവളുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി വിരിയുന്നത് നിരഞ്ജൻ കണ്ടത്. ആ പുഞ്ചിരി കാണുമ്പോൾ അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു കുളിർമ അനുഭവപ്പെടാൻ തുടങ്ങി. അവളറിയാതെ അവൻ അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ മാലതിയും ദീപ്തിയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവർ നിരന്തരം മാളവികയെ അടുക്കളയിലും മറ്റും വെച്ച് ഒറ്റപ്പെടുത്തി സംസാരിക്കാനും പരോക്ഷമായി ആക്ഷേപിക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം രാവിലെ നിരഞ്ജൻ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയ സമയത്താണ് അടുക്കളയിൽ നിന്നും മാലതിയുടെ ശബ്ദം കേട്ടത്. എടി, മംഗലം തറവാട്ടിലെ മരുമകളായി അങ്ങനെ നീ വാഴണ്ട. ഇവിടെയുള്ള ജോലികളൊക്കെ നീ ചെയ്യണം. ഹോസ്പിറ്റലിൽ കിടന്ന് വെറുതെ സോപ്പിട്ടിട്ട് വീഴ്ത്തിയതുപോലെ ഇവിടെ നടക്കില്ല. പോയി ആ പാത്രങ്ങളെല്ലാം കഴുകി വെക്ക്. മാലതി ആജ്ഞാപിച്ചു. മാളവിക ഒന്നും മിണ്ടാതെ ആ പാത്രങ്ങൾ കഴുകാൻ തുടങ്ങി. അന്ന് നിരഞ്ജൻ വരുന്നവരെ പട്ടിയെ കൊണ്ടെന്ന പോലെ മാളവികയെ അവർ പണിയെടുപ്പിച്ചു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന നിരഞ്ജൻ ഈ കാഴ്ച കണ്ട് ദേഷ്യത്തോടെ ശബ്ദം വെച്ചു. അമ്മായി, ഞാൻ ഈ തറവാട്ടിലെ വേലക്കാരിയായിട്ടല്ല ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എൻ്റെ ഭാര്യയായിട്ടാണ്. ഈ വീട്ടിൽ വേല ചെയ്യാൻ ആളുകളുണ്ട്. ഇനി മേല ഇവളെ കൊണ്ട് വല്ല പണിയും ചെയ്യിപ്പിക്കാൻ നോക്കിയാൽ ഞാൻ ഈ വീട്ടിലെ സമാധാനം കളയും. നിരഞ്ജൻ മാലതിയെ നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ട് അവൻ മാളവികയുടെ കൈ പിടിച്ച് വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി.
അവളുടെ കൈകളിൽ പണികൾ ചെയ്ത് ചോര തടിച്ചിരിക്കുന്നത് അവൻ കണ്ടു. അവൻ വേഗം ഒരു ഓയിൻമെൻറ്റ് മരുന്നെടുത്ത് അവളുടെ കൈകളിൽ പതുക്കെ പുരട്ടാൻ തുടങ്ങി. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ മാളവിക, നിന്നോട് ആരെന്ത് പറഞ്ഞാലും നീ മിണ്ടാതിരിക്കരുത് എന്ന്. നിനക്ക് അവരോട് തിരിച്ചു പറഞ്ഞുകൂടായിരുന്നോ? നിരഞ്ജൻ സങ്കടത്തോടെയും ദേഷ്യത്തോടെയും ചോദിച്ചു. എന്തോ നിരഞ്ജന്റെ ആ കരുതൽ കണ്ടപ്പോൾ മാളവികയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. എങ്കിലും അവൾ തൻ്റെ വികാരങ്ങളെ നിയന്ത്രിച്ചു. എനിക്ക് ആരോടും തർക്കിക്കാൻ താല്പര്യമില്ല സാർ. ഞാൻ ഈ വീട്ടിൽ ഒരു അതിഥി മാത്രമാണ്. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഞാൻ പോകും. അതിനിടയിൽ ഇവിടെ പുതിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അവൾ കൈ പതുക്കെ അവൻ്റെ കയ്യിൽ നിന്ന് പിൻവലിച്ചുകൊണ്ട് പറഞ്ഞു. നീ എപ്പോഴും ഈ ഒരു മാസം കഴിയുന്നതിനെ പറ്റി മാത്രം സംസാരിക്കുന്നത് എന്താ മാളവികെ? നിരഞ്ജൻ അറിയാതെ ചോദിച്ചുപോയി. അവൻ്റെ ശബ്ദത്തിൽ അവൾ പോകരുതെന്നൊരാഗ്രഹം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. കാരണം അതാണ് സത്യം സാറേ. നമ്മൾ തമ്മിൽ ഒരു കരാർ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാളും രണ്ട് വഴിക്കാണ്. അവൾ തിരിഞ്ഞു നടന്നു. നിരഞ്ജൻ അവിടെ തന്നെ തറഞ്ഞു നിന്നു. മാളവികയോട് തൻ്റെ ഉള്ളിൽ തോന്നുന്നത് വെറും ഒരു കുറ്റബോധം മാത്രമല്ല, അതിനപ്പുറം എന്തൊരു വലിയ വികാരമാണെന്ന് അവൻ തിരിച്ചറിയുകയായിരുന്നു. അതൊരു പക്ഷെ പ്രണയമായിരിക്കാം. സാന്ദ്ര തനിക്ക് നൽകാത്ത ആത്മാർത്ഥതയും നിഷ്കളങ്കതയും അവൻ മാളവികയിൽ കണ്ടു കഴിഞ്ഞിരുന്നു. എന്നാൽ അവരുടെ ഭാവിയുടെ ഗതി മറ്റൊന്നായിരുന്നു. മാലതിയും ദീപ്തിയും മാളവികയുടെ പശ്ചാത്തലം അന്വേഷിച്ച് ഒടുവിൽ അവളുടെ രണ്ടാനമ്മയായ ഭവാനിയെയും മകൻ വിനയനെയും കണ്ടെത്തി. അവരിൽ നിന്നും കോൺട്രാക്ട് മാരേജിൻ്റെ കഥ മുഴുവൻ പണം കൊടുത്ത് അവർ മനസ്സിലാക്കി. കരാർ ഒപ്പിട്ട പേപ്പറിൻ്റെ പകർപ്പും അവർ കൈക്കലാക്കി. അടുത്ത ദിവസം രാവിലെ തറവാട്ടിലെ ഏറ്റവും എല്ലാവരും ഹാളിൽ ഇരിക്കുകയായിരുന്നു. മുത്തശ്ശിയും അവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് മാലതിയും ദീപ്തിയും ഭവാനിയും വിനയനെയും കൂട്ടിക്കൊണ്ട് ഹാളിലേക്ക് ദേഷ്യത്തോടെ കടന്നു വന്നു. അമ്മ കണ്ണിലെണ്ണ ഒഴിച്ച് വളർത്തിയ പേരക്കുട്ടി അമ്മയെ എങ്ങനെ പറ്റിച്ചു എന്ന് നോക്ക്. ഇവൾ നിരഞ്ജൻ്റെ ഭാര്യയൊന്നുമല്ല. ഇവളുടെ അച്ഛൻ്റെ സർജറിക്ക് കാശ് കൊടുത്ത് നിരഞ്ജൻ ഒരു മാസത്തേക്ക് വാടകയ്ക്ക് എടുത്ത പെണ്ണാ ഇവൾ. ഇവളാണ് ഇവളുടെ രണ്ടാനമ്മ. ചോദിച്ചു നോക്ക്, മാലതി വലിയ വിജയഭാവത്തിൽ പറഞ്ഞു. ഭവാനി മുന്നോട്ട് വന്ന് ഒപ്പുവെച്ച കോൺട്രാക്ട് പേപ്പർ മുത്തശ്ശിയുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തു. അതെ അമ്മേ, എൻ്റെ മോളെ ഇവൻ പണം തന്ന് ഒരു മാസത്തേക്ക് കൂടെ താമസിപ്പിക്കാൻ കൂട്ടുകൊണ്ടുവന്നതാ. ഇതാ പേപ്പർ, ഭവാനി പറഞ്ഞു. അത് കേട്ടതും മുത്തശ്ശി ഞെട്ടിപ്പോയി. മാളവികയുടെ നിരഞ്ജനയുടെ മുഖത്ത് ചോര വെറ്റി ഇതുപോലെയായി. നിരഞ്ജ, എന്താടാ ഇത്? ഇവിടെ ഈ പറയുന്നതൊക്കെ സത്യമാണോ? മുത്തശ്ശി വിറക്കുന്ന ശബ്ദത്തോടെ ചോദിച്ചു. മുത്തശ്ശി, അത് നിരഞ്ജന് വാക്കുകൾ കിട്ടിയില്ല. മാളവിക മുത്തശ്ശിയുടെ കാലിൽ വീണ് കരഞ്ഞു. മുത്തശ്ശി, എന്നോട് ക്ഷമിക്കണം. ഞാൻ മുത്തശ്ശിയെ പറ്റിക്കാൻ നോക്കിയതല്ല. എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. പക്ഷെ മുത്തശ്ശിയോട് എനിക്ക് തോന്നിയ സ്നേഹം ഒരിക്കലും നുണയല്ല, അതൊരു സത്യമാണ്. അവൾ പൊട്ടിക്കരഞ്ഞു. ഇറങ്ങിപ്പോടി എൻ്റെ തറവാട്ടിൽ നിന്ന്. പണത്തിന് വേണ്ടി അഭിനയിക്കാൻ വന്നവൾ. ദീപ്തി മാളവികയുടെ കൈക്ക് പിടിച്ച് പുറത്തേക്ക് തള്ളാൻ നോക്കി. കൈവിടു ദീപ്തി! നിരഞ്ജൻ്റെ സിംഹഗർജനം പോലെയുള്ള ശബ്ദം ആ ഹാളിൽ മുഴങ്ങി കേട്ടു. അവൻ ദീപ്തിയുടെ കൈ മാറ്റിക്കൊണ്ട് മാളവികയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മുത്തശ്ശി, ഇവർ പറഞ്ഞതൊക്കെ സത്യമാണ്. സാന്ദ്ര എന്നെ ചതിച്ചു പോയപ്പോൾ മുത്തശ്ശിയുടെ ആരോഗ്യം ഓർത്ത് ഞാൻ ചെയ്ത വലിയൊരു തെറ്റാണിത്. ഇവളെ ഞാനൊരു കോൺട്രാക്ട് വൈഫായി കൊണ്ടുവന്നത് തന്നെയാണ്. പക്ഷേ നിരഞ്ജൻ മാളവികയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ പ്രണയവും ഭയവും നിറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവളെൻ്റെ വെറും ഒരു വാടക ഭാര്യയല്ല മുത്തശ്ശി, എൻ്റെ ജീവനാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവളുടെ നല്ല മനസ്സ് ഞാൻ അറിഞ്ഞു. ഇവളില്ലാതെ എനിക്കിനിയൊരു ജീവിതമില്ല. ഈ മാളവികയെ തന്നെയാണ് ഞാൻ എൻ്റെ യഥാർത്ഥ ഭാര്യയായി കാണുന്നത്. മുത്തശ്ശിക്ക് എന്നെ തല്ലണോ കൊല്ലണോ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഇവളെ ഞാൻ എങ്ങോട്ടും വിടില്ല, നിരഞ്ജൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അത് കേട്ടതും മാളവികയുടെ കരച്ചിൽ നിന്നു. അവൾ വിശ്വസിക്കാൻ കഴിയാത്ത ഭാവത്തിൽ നിരഞ്ജനെ നോക്കി. അവൻ തന്നെ ശരിക്കും പ്രണയിക്കുന്നുവോ? ഹാളിൽ വലിയൊരു നിശബ്ദത പടർന്നു. എല്ലാവരും മുത്തശ്ശിയുടെ പ്രതികരണത്തിനായി കാത്തുനിന്നു. സരസ്വതി അമ്മ പതുക്കെ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് നടന്നു വന്നു. അവരുടെ മുഖം ശാന്തമായിരുന്നു. അവർ നിരഞ്ജൻ്റെയും മാളവികയുടെയും മുന്നിൽ വന്നു നിന്നു. പെട്ടെന്ന് മുത്തശ്ശി നിരഞ്ജൻ്റെ മുഖം നോക്കി ഒരടി അങ്ങോട്ട് കൊടുത്തു. ഇത് എന്നോട് ഈ വലിയ നുണ പറഞ്ഞതിന്, മുത്തശ്ശി ദേഷ്യത്തോടെ പറഞ്ഞു. എല്ലാവരും വിചാരിച്ചു മുത്തശ്ശി മാളവികയെ ഇറക്കി വിടുമെന്ന്. മാലതിയുടെയും ദീപ്തിയുടെയും മുഖത്ത് സന്തോഷം വിരിഞ്ഞു. പക്ഷെ അടുത്ത നിമിഷം മുത്തശ്ശി മാളവികയെ ചേർത്ത് പിടിച്ചു. അവളുടെ കണ്ണീർ തുടച്ചു കൊടുത്തു. നിരഞ്ജ, നീ ചെയ്തത് വലിയ തെറ്റാണ്. പക്ഷെ നിന്റെ ഈ തെറ്റിലൂടെ എനിക്ക് കിട്ടിയത് ഒരു മാലാഖക്കുട്ടിയെയാണ്. ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇവൾ എന്നെ നോക്കിയത് സ്വന്തം മുത്തശ്ശിയെ പോലെയാണ്. അത് തിരിച്ചറിയാൻ ഈ സരസ്വതിക്ക് വലിയ ബുദ്ധിയൊന്നും വേണ്ടടാ. ഇവളുടെ സ്നേഹം സത്യമാണെന്ന് എനിക്ക് മനസ്സിലായതാ, മുത്തശ്ശി പുഞ്ചിരിയോടെ പറഞ്ഞു. എന്നിട്ട് മുത്തശ്ശി മാലതിക്കും ഭവാനിക്കും നേരെ തിരിഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ തന്നെ ഈ പടി ഇറങ്ങണം.
എൻ്റെ തറവാട്ടിലെ കാര്യങ്ങൾ നോക്കാൻ എനിക്കും എൻ്റെ കൊച്ചുമകനും അറിയാം. ഇറങ്ങിപ്പോകൂ. മുത്തശ്ശിയുടെ ഗാംഭീര്യം കണ്ട് മാലതിയും ഭവാനിയും വിനയനും ദീപ്തിയുമെല്ലാം നാണം കെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അവർ പോയതിനു ശേഷം മുത്തശ്ശി നിരഞ്ജൻ്റെയും അതേപോലെ മാളവികയുടെയും കൈകൾ തമ്മിൽ ചേർത്ത് വെച്ചു. കരാറൊക്കെ ഇവിടെ തീർന്നു നിരഞ്ജ. ഇനി വരുന്ന ശുഭമുഹൂർത്തത്തിൽ മംഗളം തറവാട്ടിൽ വെച്ച് ലോകം അറിയുന്ന രീതിയിൽ കല്യാണം നടക്കണം. നീ ഇവളെ പൊന്നുപോലെ നോക്കണം, കേട്ടല്ലോ? ഉറപ്പായി മുത്തശ്ശി. നിരഞ്ജൻ മാളവികയെ നോക്കി പുഞ്ചിരിച്ചു. മാളവികക്കാകെ തലപെരിക്കും പോലെ തോന്നി. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഇത്രയും കുറഞ്ഞ ദിവസം കൊണ്ട് ഒരാൾക്ക് പ്രണയം ഉണ്ടാവുമോ എന്ന് ചിന്തിച്ചു പോയി മാളവിക. മുത്തശ്ശിയുടെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാൻ അവൻ നെയ്തെടുത്ത കള്ളമാണ് ഇതെന്ന് മാളു കണക്കുകൂട്ടി. അവനോട് ഇതിനെപ്പറ്റി സംസാരിക്കണം എന്നവൾ തീരുമാനിച്ചു. മുറിയിലേക്ക് കയറിയതും മാളവിക വാതിൽ ചാരി നിരഞ്ജന് നേർക്ക് തിരിഞ്ഞു. അവളുടെ നെഞ്ചിരിപ്പ് എപ്പോഴും വല്ലാതെ ഉയർന്നു തന്നെയായിരുന്നു. ഹാളിൽ വെച്ച് മുത്തശ്ശിയുടെയും മറ്റുള്ളവരുടെയും മുന്നിൽ നിരഞ്ജൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും അവളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഇവൾ എൻ്റെ ജീവനാണ്, ഇവളില്ലാതെ എനിക്ക് ജീവിതമില്ല. ആ വാക്കുകൾ വെറുമൊരു നാടകമായിരുന്നു. അതോ തന്നെ ഈ കെണിയിൽ നിന്ന് രക്ഷിക്കാൻ അവൻ തൽക്കാലം കെട്ടിയാടിയ മറ്റൊരു കള്ളമായിരുന്നു? ചിന്തകൾ തലച്ചോറിലേക്ക് ഇരച്ചു കയറിയപ്പോൾ മാളവികക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. എന്തിനാണ് സാർ വീണ്ടും മുത്തശ്ശി അങ്ങനെ പറഞ്ഞു പറ്റിച്ചത്? അവർ ആ പേപ്പറുകൾ കൊണ്ടുവന്ന് തന്നപ്പോൾ എല്ലാം തീർന്നു എന്നാണ് ഞാൻ കരുതിയത്. എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുപറ്റി. അച്ഛൻ്റെ ജീവന് വേണ്ടി ഞാൻ ഈ ചതിക്ക് കൂട്ടുനിന്നു എന്ന് മുത്തശ്ശിയോട് തുറന്നു പറഞ്ഞത്. മാപ്പ് അപേക്ഷിച്ചത് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ ഞാൻ തയ്യാറായിട്ടായിരുന്നു. പക്ഷെ സാർ എന്തിനാണ് അവിടെയും നമ്മൾ തമ്മിൽ പ്രണയത്തിലാണെന്ന് നുണ പറഞ്ഞത്? മുത്തശ്ശിയുടെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാൻ സാർ നെയ്തെടുത്ത മറ്റൊരു കള്ളക്കഥയല്ലേ ഇത്? എന്തിനാണ് എന്നെ വീണ്ടും ഈ നുണകളുടെ കൂടുണ്ടാക്കി അതിലേക്ക് തളച്ചിടുന്നത്? മാളവികയുടെ വാക്കുകളിൽ പരിഭ്രമവും സങ്കടവും കലർന്ന കടുത്ത നിരാശയുണ്ടായിരുന്നു. അവളുടെ ചോദ്യം കേട്ട് നിരഞ്ജൻ പതുക്കെ അവൾക്ക് നേരെ തിരിഞ്ഞു. അവൻ്റെ മുഖത്ത് നേരത്തെ ഹാളിൽ കണ്ട ആ കടുത്ത ഭാവമുണ്ടായിരുന്നില്ല. പകരം ചുണ്ടുകളിൽ വശ്യമായ ഒരു കുസൃതിച്ചിരി വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ പതുക്കെ കൈകൾ പാൻറ്റിൻ്റെ പോക്കറ്റിലിട്ട് അവളിലേക്ക് അടുത്ത് നടന്നു. നിരഞ്ജൻ അടുത്ത് വരുന്തോറും മാളവിക അറിയാതെ പുറകിലേക്ക് ചുവടുകൾ വെച്ചു. അതിന് ഞാൻ അവിടെ മുത്തശ്ശിയോട് ഒരു നുണ പോലും പറഞ്ഞിട്ടില്ലല്ലോ മാളവികെ. നിരഞ്ജൻ വളരെ ശാന്തമായി അത്രമേൽ ആർദ്രതയോടെ പറഞ്ഞു. നുണ പറഞ്ഞില്ലെന്നോ? സാർ എന്തൊക്കെയാണ് പറയുന്നത്? നമ്മൾ തമ്മിൽ പ്രണയത്തിലാണെന്ന് മുത്തശ്ശിയോട് സാർ ഉറപ്പിച്ച് പറഞ്ഞത് ഞാൻ ഈ 2 ചെവികൾ കൊണ്ട് കേട്ടതല്ലേ? നമ്മൾ തമ്മിൽ എങ്ങനെ? അത് എന്തെങ്കിലും ഉണ്ടോ? അവൾ അത്ഭുതത്തോടെയും ദേഷ്യത്തോടെയും ചോദിച്ചു. ഇല്ലേ, പക്ഷേ എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണല്ലോ മാളവികെ. ഞാൻ പറഞ്ഞത് അക്ഷരം പ്രതി സത്യമാണ്. എൻ്റെ ഉള്ളിലെ കാര്യമാണ് ഞാൻ മുത്തശ്ശിയോട് തുറന്നു പറഞ്ഞത്. അതിലെവിടെയാണ് നുണ? നിരഞ്ജൻ അവളിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ട് ചോദിച്ചു. അവൻ്റെ വാക്കുകൾ കേട്ട് മാളവിക പാടെ ഞെട്ടിപ്പോയി. അവൾ വിശ്വസിക്കാൻ കഴിയാത്ത ഭാവത്തിൽ കണ്ണുകൾ വട്ടത്തിൽ വിടർത്തി അവനെ തന്നെ നോക്കി നിന്നു. ഹൃദയം അതിൻ്റെ എല്ലാ താളവും തെറ്റിച്ച് അതിവേഗം ഇടിക്കാൻ തുടങ്ങി. സാർ തമാശ കളിക്കരുത്. എനിക്ക് അങ്ങനെ ഒരു വികാരവുമില്ല, നിങ്ങളോടില്ല. ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഒരാൾക്ക് മറ്റൊരാളുടെ പ്രണയം തോന്നുമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ലക്ഷ്യങ്ങൾ തന്ന് 1 മാസത്തെ കരാറിലാണ് നിങ്ങൾ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ആ കരാർ അവസാനിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ തിരികെ പോവും. എന്നെ ദയവായി എൻ്റെ വഴിക്ക് വിട്ടേക്കണം. മാളവിക മുഖം തിരിച്ചു പിടിച്ചുകൊണ്ട് കടുപ്പത്തിൽ പറഞ്ഞു. അവളുടെ ആ വിറയാർന്ന സ്വരവും മുഖത്തെ പരിഭ്രമവും നിരഞ്ജനെ കൂടുതൽ കുസൃതി നിറച്ചു. അവൻ അവളുടെ തൊട്ടു മുന്നിൽ വന്നു നിന്നു. അവൻ്റെ ശ്വാസം അവളുടെ മുഖത്ത് തട്ടുന്നുണ്ടായിരുന്നു. നിനക്കിപ്പോൾ എന്നോട് പ്രണയമില്ലായിരിക്കാം മാളു, പക്ഷെ അതിനെന്താ? ആ പ്രണയം നിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇനി ഒരുപാട് സമയം നമ്മുടെ മുന്നിൽ കിടക്കുകയാണല്ലോ. നമുക്ക് പതിയെ തുടങ്ങാന്നേ. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. അങ്ങനെയൊന്നും പറ്റില്ല സാർ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് സമ്മതിച്ചത്. അല്ലാതെ ഈ മംഗലം തറവാട്ടിലെ മരുമകളായി വാഴാനോ നിങ്ങളുടെ യഥാർത്ഥ ഭാര്യയാകാനോ ഉള്ള യാതൊരു ആഗ്രഹവും എനിക്കില്ല. ഈ 1 മാസം കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പോവുക തന്നെ ചെയ്യും. നിങ്ങൾ എന്നെ തടയില്ലെന്ന് ഹോസ്പിറ്റൽ വെച്ച് ഉറപ്പ് തന്നതാണ്. മാളവിക തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പറഞ്ഞു. നിരഞ്ജൻ പതുക്കെ മുന്നോട്ടഞ്ഞ് അവളുടെ 2 തോളുകളിലും കൈകൾ വെച്ചു. പെട്ടെന്നുള്ള അവൻ്റെ ആ സ്പർശനത്തിൽ മാളവിക ഒന്ന് വിറച്ചു. ഞാൻ നിന്നെ ഇവിടുന്ന് വിട്ടാലല്ലേ നിനക്ക് പോകാൻ കഴിയും മാളവികെ? നിരഞ്ജൻ്റെ ശബ്ദം പെട്ടെന്ന് ഗൗരവമുള്ളതായി. അതിൽ ഒരു കാമുകൻ്റെ അധികാരവും ഒപ്പം അളവറ്റ പ്രണയവും കലർന്നിരുന്നു. അവൻ അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തു. തുടക്കത്തിൽ പണത്തിനു വേണ്ടി എന്തടിയറവ് വെക്കാനും മടിക്കാത്ത ഒരു കള്ളിയാണ് ഞാൻ നിന്നിൽ കണ്ടത്. സാന്ദ്ര നൽകിയ മുറിവ് എന്നെ അത്രമാത്രം അന്ധനാക്കിയിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നീ എൻ്റെ മുത്തശ്ശിയെ നോക്കിയ രീതി, ആ കാപട്യമില്ലാത്ത സ്നേഹം, മറ്റുള്ളവർ അനാവശ്യമായി ആക്ഷേപിച്ചിട്ടും സ്വന്തം ആത്മാഭിമാനം പണയം വെക്കാതെ നീ നിൻ്റെ അതിരുകൾ കാത്തു സൂക്ഷിച്ച വഴി എല്ലാം ഞാൻ കാണുകയായിരുന്നു.
പണത്തിന് വില വാങ്ങാൻ പറ്റാത്ത എന്തോന്ന് നിന്നിലുണ്ടെന്ന് എൻ്റെ മനസ്സ് എന്നോട് തന്നെ പറഞ്ഞു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് മാളു. വെറുമൊരു കരാറിൻ്റെ പുറത്തല്ല. എൻ്റെ ജീവിതത്തിൻ്റെ ബാക്കി ഭാഗം മുഴുവൻ എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കണം. നിൻ്റെ നിഷ്കളങ്കതയ്ക്ക് മുന്നിലാണ് എൻ്റെ ഉള്ളിലെ കടുംപിടുത്തങ്ങളെല്ലാം ഉരുകിപ്പോയത്. നിരഞ്ജൻ്റെ ആത്മാർത്ഥമായ വാക്കുകൾ മാളവികയുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. അവൾക്ക് ദേഷ്യം വന്നുപോയി. നിങ്ങൾക്ക് എന്താണ് സർ? നിങ്ങളുടെ കളിപ്പാവയാണ് ഞാൻ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി. മുത്തശ്ശിയുടെ സർജറി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പോയിരിക്കും. മാളവിക തീർപ്പോടെ പറഞ്ഞപ്പോഴും നിരഞ്ജൻ വെറുതെ ചിരിച്ചതേ ഉള്ളൂ. പുറത്ത് ഇരുട്ട് പടരുന്നതിനൊപ്പം അവൻ്റെ മനസ്സിലും നേരിയൊരു സങ്കടം നിഴലിച്ചു. പക്ഷെ അവന് ഉറപ്പായിരുന്നു ഈ വാശിയും ദേഷ്യവും അവളുടെ ആത്മാഭിമാനത്തിൻ്റെ പുറത്താണെന്ന്. പണത്തിന് മുന്നിൽ എല്ലാം അടിയറവ് വെക്കുന്ന പെണ്ണല്ല അവളെന്ന് ഓരോ നിമിഷവും അവൻ തിരിച്ചറിയുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ മംഗലം തറവാട്ടിൽ ഒരു പുതിയ ഉണർവായിരുന്നു. മാലതിയും ദീപ്തിയും പടിയിറങ്ങിയതോടെ വീടിനകത്ത് വല്ലാത്തൊരു സമാധാനം അനുഭവപ്പെട്ടു. രാവിലെ തന്നെ നിരഞ്ജൻ മാളവികയുടെ അരികിലേക്ക് ചെന്നു. മാളു, റെഡിയാവ്, നമുക്ക് ഹോസ്പിറ്റലൊന്ന് പോവാം. രാഘവൻ അങ്കിളിനെ ഇന്ന് വാർഡിലേക്ക് മാറ്റുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. നിരഞ്ജൻ വളരെ ശാന്തമായി പറഞ്ഞു. തൻ്റെ അച്ഛനെ കാണാൻ പോകാമെന്ന് കേട്ടതും മാളവികയുടെ മുഖം വിടർന്നു. അവൾ വേഗം ഒരു സാധാരണ ചുരിദാറുമിട്ട് വേഗത്തിൽ ഇറങ്ങി. കാറിൽ ഇരിക്കുമ്പോഴും അവൾ നിരഞ്ജനോട് അകലം പാലിക്കാൻ ശ്രദ്ധിച്ചു. കാർ ഹോസ്പിറ്റൽ മുറ്റത്ത് വന്നു നിന്നതും അവൾ വേഗത്തിൽ അച്ഛൻ കിടക്കുന്ന വാർഡിലേക്ക് ഓടി. ബോധപൂർണമായും തെളിഞ്ഞ് കട്ടിലിൽ ചാടിയിരിക്കുകയായിരുന്ന രാഘവൻ മകളെ കണ്ടതും ആ വൃദ്ധൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മോളെ, മാളു. അദ്ദേഹം അവളുടെ കൈകളിൽ കൂട്ടിപ്പിടിച്ചു. അച്ഛ, ഇപ്പം എങ്ങനെയുണ്ട്? വേദന വല്ലതും ഉണ്ടോ? അവൾ അച്ഛൻ്റെ നെറ്റിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ. രാഘവൻ്റെ തൊണ്ടയിടറി. സ്വന്തം മോൾ തനിക്ക് വേണ്ടി എന്തോ വലിയ ത്യാഗം ചെയ്തു എന്ന വേദന ആ അച്ഛനെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. എന്ത് പറയണമെന്നറിയാതെ മാളവിക തടിച്ചു നിന്ന നിമിഷം പുറകിൽ നിന്ന് ഒരു ഗാംഭീര്യമുള്ള ശബ്ദം കേട്ടു. അവർ തിരിഞ്ഞു നോക്കുമ്പോൾ നിരഞ്ജൻ കയ്യിൽ ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റുമായി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവർ രാഘവൻ്റെ കട്ടിലിനരികിലേക്ക് നടന്നു വന്നു. എനിക്കിപ്പോൾ മാള് വേറൊരു കരാർ ഭാര്യയല്ല അങ്കിൾ. എനിക്കിപ്പോൾ ഈ ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ടത് ഇവളാണ്, നിരഞ്ജൻ നേരത്തെ ചിരിയോടെ പറഞ്ഞു. രാഘവൻ നിരഞ്ജൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു. എൻ്റെ മോൾക്ക് ഒരു കുറവും വരുത്തരുത് മോനെ. അവൾക്ക് ഈ ലോകത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയെല്ലാം നീയാണ്. അതൊന്നും അങ്കിൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എൻ്റെ ജീവനാണ് അവൾ. നിരഞ്ജൻ മാളവികയെ നോക്കി കണ്ണുകളാൽ മൊഴിഞ്ഞു. അന്ന് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ആ മണിക്കൂറുകളിൽ മാളവിക നിരഞ്ജൻ്റെ മറ്റൊരു മുഖം കാണുകയായിരുന്നു. രാഘവന് കൃത്യസമയത്ത് മരുന്ന് കൊടുക്കാനും ഡോക്ടറെ കണ്ട് ഡിസ്ചാർജ് കാര്യങ്ങൾ സംസാരിക്കാനും അവൻ മുന്നിൽ നിന്നു. മാത്രമല്ല, രാഘവനെ പരിചരിക്കാൻ ഒരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കുകയും ചെയ്തു. അവരുടെ ചെറിയ വീട് അറ്റകുറ്റപ്പണി തീർക്കാൻ അർജുനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. പണത്തിൻ്റെ ഗർവുള്ള ഒരു തറവാട്ടുകാരനല്ല, മറിച്ച് അങ്ങേയറ്റം കരുതലോടെ പെരുമാറുന്ന ഒരു മനുഷ്യനാണ് തൻ്റെ മുന്നിലുള്ളതെന്ന് മാളവികയുടെ മനസ്സ് പതിയെ സമ്മതിച്ചു തുടങ്ങി. അവളുടെ ഉള്ളിലെ മഞ്ഞുപാളികൾ ഓരോന്നായി അലിഞ്ഞു തുടങ്ങിയിരുന്നു. ദിവസങ്ങൾ കൊഴിഞ്ഞുപോയി. മുത്തശ്ശിയുടെ സർജറിക്കുള്ള തീയതി അടുത്തു വരികയായിരുന്നു. തറവാട്ടിൽ മാളവിക എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായി മാറി. എങ്കിലും നിരഞ്ജനോട് സംസാരിക്കുമ്പോൾ അവൾ ഇപ്പോഴും ഒരകലം സൂക്ഷിച്ചിരുന്നു. ആ ഒരു മാസത്തെ കരാർ എന്ന സത്യം അവളുടെ മനസ്സിനെ എപ്പോഴും പിന്നോട്ട് വലിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് നിരഞ്ജൻ ഓഫീസിലേക്ക് പോയ സമയത്താണ് മാളവിക അവൻ്റെ മുറി വൃത്തിയാക്കാൻ തുടങ്ങിയത്. മുത്തശ്ശിക്ക് മരുന്ന് കൊടുത്ത ശേഷം റൂമിലെ ബുക്ക് ഷെൽഫുകൾ ഒതുക്കി വെക്കുകയായിരുന്നു അവൾ. അതിനിടയിലാണ് ഷെൽഫിൻ്റെ ഏറ്റവും മുകളിലത്തെ തട്ടിൽ നിന്ന് കട്ടിയുള്ള കറുത്ത കവറുള്ള ഒരു ഡയറി താഴേക്ക് വീണത്. അതെടുത്തു വെക്കാൻ തുടങ്ങിയ മാളവികയുടെ ശ്രദ്ധ അതിൽ നിന്ന് അടർന്നു വീണ ഒരു പഴയ ഫോട്ടോയിലേക്ക് പതിഞ്ഞു. ബാംഗ്ലൂരിലെ ഏതൊരു പാർക്കിൽ വെച്ച് നിരഞ്ജനും മറ്റൊരു പെൺകുട്ടിയും ഒന്നിച്ചെടുത്ത ഫോട്ടോയായിരുന്നത്. ആ പെൺകുട്ടിയുടെ തോളിൽ കൈ ചേർത്ത് അത്രമേൽ സന്തോഷത്തോടെ ചിരിച്ചു നിൽക്കുന്ന നിരഞ്ജൻ. അവൾ സാന്ദ്ര ആയിരിക്കുമെന്ന് മാളവികക്ക് പെട്ടെന്ന് മനസ്സിലായി. അറിയാതെയുള്ള ഒരു കൗതുകത്തോടെ മാളവിക ആ ഡയറിയുടെ താളുകൾ മറിക്കാൻ തുടങ്ങി. വർഷങ്ങൾക്ക് മുമ്പ് നിരഞ്ജൻ എഴുതിയ വരികളായിരുന്നു അതിൽ. പല താളുകളിലും അവളുടെ പേരും അവളോടൊപ്പമുള്ള ഓർമ്മകളും അവൻ കുറിച്ചിട്ടുണ്ടായിരുന്നു. മാളവിക താളുകൾ വീണ്ടും മറിച്ചു. പെട്ടെന്ന് വരികളുടെ സ്വഭാവം മാറി. അക്ഷരങ്ങളിൽ ദേഷ്യവും വല്ലാത്തൊരു ശൂന്യതയും പടർന്നു കിടക്കുന്നതായി അവൾക്ക് തോന്നി. സാന്ദ്രയുടെ ജന്മദിനത്തിൽ അവൻ കണ്ട ക്രൂരമായ കാഴ്ചയെക്കുറിച്ച് എഴുതിയ താളുകളിൽ മാളവികയുടെ കണ്ണുകൾ ഉടക്കി നിന്നു. ഇന്നെൻ്റെ നെഞ്ച് തകർന്നു പോയി. ഞാൻ ജീവനേക്കാൾ ഏറെ സ്നേഹിച്ചവൾ മറ്റൊരുത്തൻ്റെ കൂടെ. അവൾക്ക് ഞാൻ വെറും ഒരു കളിപ്പാവ് മാത്രമായിരുന്നല്ലേ. ചിരിച്ചുകൊണ്ട് ഒരു പെണ്ണിന് ഇത്രയും വലിയ ചതി ചെയ്യാൻ കഴിയുമോ? പെണ്ണുങ്ങൾ, അവരെ ഇനി എനിക്ക് ഒട്ടും വിശ്വാസമില്ല. സ്നേഹം അഭിനയിച്ച് പുരുഷൻ്റെ ഹൃദയം തുറന്ന് തിന്നുന്ന വിരകളാണ് അവർ. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണിനും സ്ഥാനമില്ല. വെറുപ്പാണ്, എല്ലാത്തിനോടും വെറുപ്പ്. ആ വരികൾ വായിച്ചപ്പോൾ മാളവികയുടെ ഉള്ളം പിടഞ്ഞു. കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ ആ ഡയറിത്താളിലേക്ക് അടർന്നു വീണു. നിരഞ്ജൻ എന്ന മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇത്രയും കഠിന ഹൃദയനായതെന്ന് അവൾക്കിപ്പോൾ പൂർണ്ണമായും ബോധ്യമായി.
സ്നേഹിച്ചവളിൽ നിന്ന് കിട്ടിയ ചതി അവനെ അത്രമാത്രം തളർത്തി കളഞ്ഞിരുന്നു. തന്നോട് തുടക്കത്തിൽ കാണിച്ച ദേഷ്യവും വെറുപ്പുമെല്ലാം ആ മുറിയിൽ ആഴം കൊണ്ടായിരുന്നു എന്ന് അവൾക്ക് തിരിച്ചറിഞ്ഞു. ഡയറിയുടെ അവസാന താളുകളിലേക്ക് വന്നപ്പോൾ അടുത്തിടെ എഴുതിയ ചില വരികൾ അവൾ കണ്ടു. തീയതി നോക്കിയപ്പോൾ അതവൾ മംഗലം തറവാട്ടിൽ വന്നതിന് ശേഷമുള്ളതായിരുന്നു. മുത്തശ്ശിയെ രക്ഷിക്കാൻ ഒരു പെണ്ണിനെ പണം കൊടുത്ത് ഞാൻ വാടകയ്ക്കെടുത്തു. മാളവിക. തുടക്കത്തിൽ അവളെയും ഞാൻ വെറുത്തിരുന്നു. പണത്തിന് വേണ്ടി എന്തിനും മടിക്കാത്തവളാണെന്ന് കരുതി. പക്ഷേ ഞാൻ തെറ്റായിരുന്നു. അവളുടെ കണ്ണുകളിൽ കള്ളമില്ല. ആ നിസ്സഹായതയ്ക്ക് പിന്നിൽ സ്വന്തം അച്ഛനോടുള്ള പവിത്രമായ സ്നേഹം മാത്രമാണ്. അവളെൻ്റെ മുത്തശ്ശിയെ നോക്കുന്നത് കാണുമ്പോൾ സാന്ദ്ര തകർത്ത് കളഞ്ഞ എൻ്റെ ഉള്ളിലെ സ്നേഹം വീണ്ടും തളിർക്കുന്നത് പോലെ തോന്നുന്നു. മാളു, നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് വെറും ഒരു കരാറിൻ്റെ പുറത്തായിരിക്കാം. പക്ഷെ നീ അറിയാതെ ഞാൻ നിന്നെ പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നു. എൻ്റെ മുറിവേറ്റ ഹൃദയത്തിന് മരുന്നാണ് നിൻ്റെ ഈ നിഷ്കളങ്കത. ഡയറി നെഞ്ചോട് ചേർത്ത് പിടിച്ച് മാളവിക പൊട്ടിക്കരഞ്ഞു പോയി. തന്നെ അവൻ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടത് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. താൻ കാരണം ഒരു പെൺകുട്ടിയുടെ ആത്മാഭിമാനം മുറിപ്പെട്ടു എന്നോർത്ത് അവൻ എത്രമാത്രം കുറ്റബോധം അനുഭവിക്കുന്നുണ്ടെന്ന് ആ വരികൾ പറഞ്ഞു തന്നു. സാർ, മാളവികയുടെ ചുണ്ടുകൾ പതിയെ മന്ത്രിച്ചു. അവൾ അറിയാതെ തന്നെ അവളുടെ മനസ്സിൽ നിരഞ്ജനോടുള്ള പ്രണയം ഒരു വസന്തമായി പെയ്തിറങ്ങിയിരുന്നു. അന്ന് വൈകുന്നേരം ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തിയ നിരഞ്ജൻ കണ്ടത് റൂമിലെ കട്ടിലിൽ ഇരുന്ന് കരയുന്ന മാളവികയാണ്. അവളുടെ കയ്യിൽ ആ പഴയ ഡയറി ഉണ്ടായിരുന്നു. മാളു, അവൻ വിളിച്ചു. മാളവിക പെട്ടെന്ന് എഴുന്നേറ്റ് നിരഞ്ജൻ്റെ നെഞ്ചിലേക്ക് വീണു. അവൻ്റെ കൈകൾ കൊണ്ട് മുറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ വിങ്ങിപ്പൊട്ടി. നിരഞ്ജൻ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പതുക്കെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ഈ ഡയറിയിൽ എഴുതിയതൊക്കെ സത്യമാണോ സാർ? എന്നെ ശരിക്കും? മാളവിക കരച്ചിലിനിടയിലും ചോദിച്ചു. നിരഞ്ജൻ അവളുടെ മുഖം ഉയർത്തി ആ കണ്ണീർ തുടച്ചു കൊടുത്തു. സത്യമാണ് മാളു. എൻ്റെ ഉള്ളിൽ വെറുപ്പും ദേഷ്യവുമല്ല നീ നിൻ്റെ സ്നേഹം കൊണ്ട് ഇല്ലാതാക്കി കളഞ്ഞില്ലേ. ഇനി എനിക്ക് നിന്നെ വിട്ടുകളയാൻ കഴിയില്ല. കരാറൊക്കെ അവിടെ തീർന്നു. നീ ഇനി ഈ നിരഞ്ജൻ്റെ മാത്രമാണ്. മാളവിക ഒന്നും മിണ്ടാതെ അവൻ്റെ നെഞ്ചിൽ മുഖം മുളിപ്പിച്ചു. ആ തറവാട്ട് മുറിയിൽ അപ്പോൾ പ്രണയത്തിൻ്റെ മനോഹരമായ ഒരു കാവ്യം രചിക്കപ്പെടുകയായിരുന്നു. പിറ്റേ ആഴ്ച സരസ്വതി അമ്മയുടെ ഹാർട്ട് സർജറി വിജയകരമായി പൂർത്തിയായി. അവർ പൂർണ്ണ ആരോഗ്യവതിയായി തറവാട്ടിലേക്ക് മടങ്ങിയെത്തി. മുത്തശ്ശിയുടെയും രാഘവൻ്റെയും സാന്നിധ്യത്തിൽ മംഗലം തറവാട്ട് മുറ്റത്ത് വലിയൊരു പന്തൽ ഉയർന്നു. ബന്ധുക്കളും നാട്ടുകാരും സാക്ഷിയായ ശുഭമുഹൂർത്തത്തിൽ നിരഞ്ജൻ മാളവികയുടെ കഴുത്തിൽ മാംഗല്യസൂത്രം ചാർത്തി. അവളുടെ നെറ്റിൽ ചുവന്ന സിന്ദൂരം തൊടുമ്പോൾ നിരഞ്ജൻ്റെ കണ്ണുകളിൽ പ്രണയത്തിൻ്റെ തിളക്കമുണ്ടായിരുന്നു. കരാർ ഭാര്യയായി കടന്നു വന്ന മാളവിക മംഗലം തറവാട്ടിൻ്റെ യഥാർത്ഥ ഭാഗ്യലക്ഷ്മിയായി നിരഞ്ജൻ്റെ പ്രാണനായി മാറി. നാടകീയത നിറഞ്ഞ ആ ജീവിതയാത്ര ഒടുവിൽ സ്നേഹത്തിൻ്റെ സുന്ദരമായ തീരത്ത് ശുഭമായി പര്യവസാനിച്ചു. സൂര്യകാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു കഥയുമായി ഞാൻ പെട്ടെന്ന് വരുന്നതാണ്. താങ്ക് യു.